ഈശോമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് വിശുദ്ധൻ്റെ അമ്മയായ മോനിക്ക പുണ്യവതിയാണ്. 1-2 വർഷങ്ങളല്ല, നീണ്ട 19 കൊല്ലം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ തൻ്റെ മകൻ്റെ മാനസാന്തരത്തിനായി ആ അമ്മ പ്രാർത്ഥിച്ചു. എന്നാൽ 17 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ മകന് ഒരു മാനസാന്തരം ഉണ്ടാകാത്തതുകൊണ്ട് മോനിക്ക പുണ്യവതി അല്പം നിരാശവതിയായി. ആ സമയത്തെ ബിഷപ്പും പിൽക്കാലത്ത് വിശുദ്ധനുമായി തീർന്ന വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം മോനിക്ക പുണ്യവതിയോട് പറഞ്ഞു: നിന്റെ കണ്ണുനീരുകൾക്ക് ദൈവം ഒരിക്കലും നിരാശ സമ്മാനിക്കുക ഇല്ല എന്ന്. പിതാവിൻ്റെ ഈ വാക്കുകൾ കർത്താവിൻ്റെ ഒരു വാഗ്ദാനമായി മോനിക്ക പുണ്യവതി വിശ്വസിച്ചു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം മാനസാന്തരപ്പെട്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച അഗസ്റ്റിനെ കണ്ടപ്പോൾ കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറ്റിയതിൽ മോനിക്ക പുണ്യവതി അത്യധികം സന്തോഷിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ എപ്പോഴും വിശ്വസ്തനാണെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുസഭ മാതാവ് മംഗളവാർത്താ കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലെ വചനവായനകളിലൂടെ. ഇന്നത്തെ 1-ാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ ദൈവം അബ്രാഹത്തിന് നൽകിയ ഒരു വാഗ്ദാനം നിറവേറ്റുകയും മറ്റൊരു വാഗ്ദാനം ദൈവം അബ്രാഹത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. അബ്രാഹത്തിനും സാറയ്ക്കും നൽകിയ വാഗ്ദാനമായ ഇസഹാക്കിനെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവം ഹാഗാറിനെയും ഇസ്മായിലിനെയും ഓർത്ത് ക്ലേശിക്കേണ്ട എന്ന് അബ്രാഹത്തിനോട് പറയുകയും ചെയ്യുന്നത് നാം ഇന്നത്തെ 1-ാമത്തെ വായനയിൽ കാണുന്നു. ഇന്നത്തെ 2-ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ കഷ്ടതയിലൂടെയും ശാസനകളിലൂടെയും കടുത്ത അപമാനത്തിലൂടെയും കടന്നുപോയ ഇസ്രായേൽ ജനത്തിന് യെശയ്യാ പ്രവാചകൻ വഴി ആശ്വാസത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. ദൈവം നൽകിയ ആശ്വാസത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇസ്രായേൽ ജനം അനുഭവിക്കുന്നത് തുടർന്നു വരുന്ന അധ്യായങ്ങളിലൂടെ യെശയ്യാ പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മനുഷ്യനോ ലോകമോ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം തൻ്റെ രക്ഷാകര വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതെന്ന് പൗലോസ്ലീഹായിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദേവദൂതനിലൂടെ സക്രിയായിക്ക് ദൈവം നൽകിയ 2 വാഗ്ദാനങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. 1 സ്നാപക യോഹന്നാന്റെ ജനനവും 2 യഥാകാലവും പൂർത്തിയാകേണ്ട വചനം സക്രിയ വിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂകത മാറുന്നതും നാം ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നു. എന്തിനാണ് കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ ഈ ഭൂമിയിൽ എന്നും നിറവേറ്റുന്നത് എന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, വിശ്വസ്തത അവിടുത്തെ സ്വഭാവമായതുകൊണ്ടും നമ്മുടെയും നമ്മുടെ കൂടെയുള്ളവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമായിട്ടാണ് കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ എപ്പോഴും വിശ്വസ്തനായിരിക്കുന്നത്. രണ്ടാമതായി, മനുഷ്യരുടെ മുമ്പിൽ നാം അവഹേളിക്കപ്പെട്ടവനും അവഹേളിക്കപ്പെട്ടവളുമാണെങ്കിലും ദൈവത്തിനു മുമ്പിൽ നാം എന്നും വിലയുള്ളവനും വിലയുള്ളവളുമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് അവിടുന്ന് തൻ്റെ വാഗ്ദാനത്തിൽ എന്നും വിശ്വസ്തനായിരിക്കുന്നത്. മൂന്നാമതായി, ഒന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് സകലതും ദൈവകൃപയാലാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് അവിടുന്ന് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, എല്ലാം അസ്തമിച്ചു എന്ന് കരുതി ജീവിക്കുന്നവരാണോ നാം? ഒരു പ്രതീക്ഷയും വിശ്വാസവുമില്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നും അവസാനിക്കുകയില്ല എന്നും ദൈവം ഇന്നത്തെ വായനകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
മനുഷ്യന് അസാധ്യമെന്ന് കരുതുന്നിടത്ത് എല്ലാം തൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സാധ്യമാക്കുമെന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രത്യേകത. മാനുഷികമായി ചിന്തിച്ചാൽ പ്രായം കവിഞ്ഞ അബ്രാഹത്തിനും സാറയ്ക്കും, സക്രിയായ്ക്കും എലിസബത്തിനും ഇനി മക്കളുണ്ടാവുകയില്ല. എന്നാൽ ദൈവം അത് സാധ്യമാക്കുന്നത് നാം ഇന്ന് കാണുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ നാളുകൾ ഇനി ഉണ്ടാവുകയില്ല എന്ന് കരുതിക്കൊണ്ട് ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ആശ്വാസത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകി അവരെ വിമോചിപ്പിക്കുന്നത് നാം ഇന്ന് ധ്യാനിക്കുന്നില്ലേ? ലോകദൃഷ്ടിയ മനുഷ്യൻ മാറ്റി നിർത്തിയതിനെയും അകറ്റി നിർത്തിയതിനെയും ചേർത്ത് പിടിച്ച് തൻ്റെ രക്ഷാകര പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന ദൈവത്തെ ഇന്ന് നാം കാണുന്നില്ലേ? പ്രിയരെ, ആയതിനാൽ ഒന്നും അവസാനമല്ലെന്നും എല്ലാം നിത്യജീവനിലേക്കുള്ള അവസരങ്ങളാണെന്നും മനസ്സിലാക്കി കർത്താവിൻ്റെ വാഗ്ദാനം നമ്മിൽ നിറവേറ്റപ്പെടാനായി നമുക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കാം. ആമേൻ.